ഒരാന്തരിക ലോകത്തെ വെട്ടിപ്പിടിക്കാൻ ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ പ്രബോധനം ചെയ്തു. ഇന്ത്യ എന്നാൽ ആധ്യാത്മികതയാണ്. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ആധാരമെന്ന് പറയുന്നത് രാഷ്ട്രീയമായ ഉള്ളടക്കമല്ല, ആത്മീയമായ ഉള്ളടക്കമാണ്. മെഗസ്തനീസിന്റെ കാലം തൊട്ട് ഈ ആത്മീയതയുടെ പൈതൃകമാണ് ഇന്ത്യ അതിന്റെ ശിരസിൽ വഹിക്കുന്നത്, അതിന്റെ രക്തധമനികളിൽ വഹിക്കുന്നത്. ഇന്ത്യ ആരെയും ആക്രമിച്ചില്ല, ഇന്ത്യ ആരെയും കീഴ്പ്പെടുത്തിയില്ല. പക്ഷേ ഇന്ത്യ ആക്രമിക്കപ്പെട്ടു. ഹൂനന്മാർ ഇന്ത്യയെ ആക്രമിച്ചു, തുർക്കികൾ ഇന്ത്യയെ ആക്രമിച്ചു, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ആക്രമിച്ചു, പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയെ അധിനിവേശം ചെയ്തു. പക്ഷേ ഇന്ത്യ ആരെയും ആക്രമിച്ചില്ല. ഇന്ത്യ ഒരു ഹിറ്റ്ലർക്ക് ജന്മം നൽകിയില്ല. ഇന്ത്യയുടെ ഗർഭപാത്രത്തിൽ ഒരു ബെനിറ്റോ മുസോളിനിയുടെ ബീജാവാപ്പം സംഭവിച്ചില്ല. ഈ രാജ്യം ജന്മം നൽകിയത് ആരെയാണ്? രാഷ്ട്രങ്ങൾ വെട്ടിപ്പിടിച്ച ചെങ്കിസ് ഖാൻമാർ ഇന്ത്യയുടെ പുത്രന്മാരല്ല. ലോക രാഷ്ട്രീയത്തെ തന്റെ കൈവെള്ളയിൽ വെച്ച് അമ്മാനമാടിയ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഇന്ത്യയുടെ സന്താനമല്ല. അലക്സാണ്ടറേയും ഇന്ത്യ ജന്മം കൊടുത്തില്ല. ഇന്ത്യ ജന്മം കൊടുത്തത് ആരെയാണ്? അധികാരത്തിന്റെ കൊട്ടാര കെട്ടിൽ നിന്ന് പിൻവാതിലിലൂടെ ഇറങ്ങിപ്പോയ തഥാഗതന്റേതാണ് ഇന്ത്യ. വെളിപാടിന്റെ വെളിച്ചത്തിന് വേണ്ടി കാത്തിരുന്ന, വൃക്ഷച്ചുവട്ടിൽ കാത്തിരുന്ന പ്രിയപ്പെട്ട ശ്രീബുദ്ധന്റെ ഒരു ഇന്ത്യയുണ്ട്. കലിംഗ യുദ്ധത്തിലേക്ക് പോയി, യുദ്ധം ജയിച്ചു, അശോകൻ ജയിച്ചു. അറുത്തുമാറ്റപ്പെട്ട മനുഷ്യരുടെ കബന്ധങ്ങളെ കണ്ടപ്പോ മഹാനായ അശോകൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് വേണ്ട ഈ സാമ്രാജ്യം. ശിരസ്സറുത്തുമാറ്റപ്പെട്ട മനുഷ്യരുടെ കബന്ധങ്ങൾക്കുമേൽ എനിക്ക് രാജാവാകണ്ട. ഗർഭിണിയായ പെൺകുട്ടിയുടെ നിറവയർ കുത്തിക്കേറി തൃശൂലത്തിൽ ഗർഭസ്ഥ ശിശുവിനെ കുത്തിനാട്ടി. ഒരു ഉന്മാദത്തിന്റെ ദേശീയതയുണ്ട് നമ്മുടെ രാജ്യത്ത്. അന്യന്റെ തലയോട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു ദേശീയത, സംഹാരത്തിന്റെ ഒരു ദേശീയത. ആ ദേശീയതയുടെ ഷോവനിസത്തെ ആഘോഷിക്കുന്ന ഒരു കാലത്ത് നമ്മൾ മഹാനായ അശോക ചക്രവർത്തിയെ ഓർത്തെടുക്കുകയാണ്. ഈ മനുഷ്യജാലികയിൽ അശോകൻ വന്നു നിൽക്കട്ടെ. കലിംഗ യുദ്ധത്തിന്റെ രണഭൂമിയിൽ മനുഷ്യന്റെ നിസ്സഹായമായ അവസ്ഥ കണ്ടപ്പോ എനിക്ക് വേണ്ട രാജാവാകണ്ട, ഞാനിതാ എന്റെ ആയുധം ഇവിടെ ഉപേക്ഷിക്കുകയാണ്. തിരിഞ്ഞു നടന്ന അശോകനെയാണ് ഇന്ത്യ അശോക ദ ഗ്രേറ്റ് എന്ന് വിളിച്ചത്. ആ ശ്രീബുദ്ധന്റെ ഇന്ത്യ, മഹാവീരന്റെ ഇന്ത്യ, പതഞ്ജലി മഹർഷിയുടെ ഇന്ത്യ, അശോക ദ ഗ്രേറ്റ്, മഹാനായ അശോക ചക്രവർത്തിയുടെ ഇന്ത്യ. ഒരു രാജ്യത്തിന്റെ മുഴുവൻ സ്വാതന്ത്ര്യത്തിന്റെ അഭിനിവേശത്തെ മുഴുവൻ തന്റെ ഊന്നുവടിയിലേക്ക് ആവാഹിച്ച് ഇന്ത്യയുടെ തെരുവിലൂടെ നടന്നുപോയില്ലേ ഒരു മനുഷ്യൻ? ബിർള ഹൗസിന്റെ മന്ദിരത്തിൽ ആഭയുടെയും മനുവിന്റെയും തോളത്ത് കൈവച്ച് പ്രാർത്ഥനാ മന്ദിരത്തിലേക്ക് നടന്നുപോയപ്പോ കാക്കി ട്രൗസറിൽ നിന്ന് തോക്ക് വലിച്ചു എടുത്ത് കാഞ്ചി വലിച്ചപ്പോ പാഞ്ഞുപോയ വെടിയുണ്ടകളിൽ ചിതറിത്തെറിച്ചുപോയ ഒരു മനുഷ്യന്റെ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളെ സ്വരുക്കൂട്ടാനുള്ള എളിയ ശ്രമമാണ് SKSSFന്റെ ഈ മനുഷ്യജാലിക എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഗോഡ് എന്ന ദിവ്യമായ പദത്തെ നിന്യമായി പ്രതിഷ്ഠിച്ചപ്പോ ഗോഡ്സെ സംഭവിച്ചു. ഈ രാജ്യം നമുക്ക് ഗാന്ധിജിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം. നാഥൂറാം വിനായക് ഗോഡ്സെയുടെ കയ്യിൽ നിന്ന് ഈ രാജ്യത്തെ നമുക്ക് തിരിച്ചു വാങ്ങണം. എന്നിട്ട് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ കയ്യിലേക്ക് ഈ രാജ്യത്തെ നമുക്ക് തിരിച്ചേൽപ്പിക്കണം. പുതിയ കാലത്തിന്റെ ആശങ്കകൾ SKSSFനെ പോലുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പുതിയ കാലഘട്ടത്തിൽ ഇടപെടാൻ പ്രേരിപ്പിക്കുമ്പോൾ ഈ ആലോചനകൾ ഉണ്ടാകട്ടെ, ഈ ചിന്തകൾ ഉണ്ടാകട്ടെ, ഇത്തരം തത്വങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരട്ടെ. We are living in such times when Modi Bhakts and Hindutva Brigade welcome killings and celebrate the death of those who oppose their ideology. വിയോജിക്കുന്ന മനുഷ്യരുടെ തലക്ക് വില പറയുന്ന ഒരു രാജ്യം, അഭിപ്രായങ്ങൾ മറുത്തു പറയുന്നവനെ തെരുവിൽ തല്ലിക്കൊല്ലുന്ന ഒരു രാജ്യം, കൊലപാതകങ്ങൾ ആഘോഷമാക്കുന്ന ഒരു രാജ്യം. ആ രാജ്യത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ടു എന്നുള്ളത് നമ്മുടെ നിർഭാഗ്യമാണ്. ബംഗളൂരുവിലെ രാജരാജേശ്വരി നഗറിലെ രാത്രിയുടെ നിശബ്ദതയിൽ ഗൗരി ലങ്കേഷ് എന്ന പെൺകുട്ടി തന്റെ ഫേസ്ബുക്കിന്റെ സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ചെയ്ത വാചകമാണിത്. വിയോജിക്കുന്നവനോട് അസഹിഷ്ണുത കാണിക്കുന്നതാണ് ഫാഷിസം.